നമസ്കാരം. മഹാശിവരാത്രി 2025 സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത് ഭായിയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. ഇവിടെ ഞാൻ അദ്ദേഹത്തിന് ആദിയോഗി ഷാൾ സമർപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ മഹായോഗ യജ്ഞത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാകും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത് ഏതോ വിധത്തിൽ സർദാർ പട്ടേൽ അന്ന് ചെയ്തതിൻ്റെ പ്രതിഫലനമാണ്. രാഷ്ട്രത്തെ വീണ്ടും ഒന്നിച്ചു കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം. ഇത് മാത്രമാണ് 12 മണിക്കൂർ മുഴുവൻ രാത്രിയും നടക്കുന്ന ഒരേയൊരു പരിപാടി. ഇവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. എന്നാൽ മദ്യമില്ല, മയക്കുമരുന്നില്ല, ലഹരി വസ്തുക്കളില്ല. പക്ഷേ എല്ലാവരും ശിവനിൽ ലഹരി കൊള്ളുന്നു. പ്രയാഗ്രാജിൽ മഹാകുംഭം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോയമ്പത്തൂരിൽ ഭക്തിയുടെ മഹാകുംഭം എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നു. സദ്ഗുരുജി അങ്ങ് നിർമ്മിച്ച ഈ സ്ഥലം, ഞങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നിടം, ഇത് വെറും ഒരു തീർത്ഥസ്ഥലം മാത്രമല്ല, മറിച്ച് യോഗ, സാധന, ഭക്തി, ആത്മജ്ഞാനം, മോക്ഷം എന്നിവയുടെ കേന്ദ്രമായി മാറി ഇന്ന് ലോകമെമ്പാടും കേൾവി കേട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ല് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും, എ മിസ്റ്റിക് മാൻ ഓൺ എ മിഷൻ. നമ്മുടെ സദ്ഗുരുജിക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ വാക്കുകൾ രൂപപ്പെട്ടത്. സദ്ഗുരുജി അങ്ങ് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും സമ്പത്തായി ലോകത്തിന് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, സദ്ഗുരുജി ആദിയോഗയിലൂടെ യോഗയ്ക്ക് ഒരു പുതിയ രൂപം നൽകാൻ പ്രവർത്തിച്ചു. മോദിജി ലോകയോഗ ദിനം ആചരിച്ചുകൊണ്ട് മുഴുവൻ ലോകത്തെയും യോഗയിലേക്ക് ആകർഷിച്ചു. സദ്ഗുരുജി, അങ്ങയുടെ ഈ ശിവരാത്രി മഹോത്സവത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടും ഒരനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ മുഴുവൻ ലോകത്തോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് അത്ഭുതകരമാണ്, അകൽപ്പനീയമാണ്, വർണ്ണിക്കാനാവാത്തതാണ്.